Next, 8th question പറയുന്നത് find all points of discontinuity of f where f is defined by f of x is equal to function എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ആൻസർ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെയ്യണം? ഇതിനെ മാറ്റിയതാണ് അല്ലേ ആൻസർ ചെയ്യുന്ന സമയത്ത് f of x is equal to എങ്ങനെ പറഞ്ഞു? ഇവിടെ മോഡ് എക്സ് ബൈ എക്സ് ഈഫ് എന്താ കണ്ടീഷൻ പറഞ്ഞു? എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. അപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 അല്ലാതെ കണ്ടീഷൻ വരുന്ന സമയത്ത് ഈ എഫ് ഓഫ് എക്സിൻ്റെ ഈ മോഡ് എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ മാറും. അപ്പോൾ അത് എങ്ങനെ മാറും? അതാണ് നമുക്ക് മാറ്റി എഴുതേണ്ടത്. ഓക്കെ, എങ്ങനെ മാറും? അതായത് മോഡ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് വരെ അല്ലേ, മൈനസ് എക്സ് ബൈ എക്സ് വരെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? മൈനസ് എക്സ് ബൈ എക്സ് എന്ന് പറയുമ്പോൾ എക്സും എക്സും ക്യാൻസൽ ചെയ്ത് ബാക്കി ആരുണ്ടാവും? -1 ഉണ്ടാവും. അത് ഏത് സമയത്ത് വരിക? ഈഫ് എങ്ങനെ വരും? ഈഫ് എക്സ് ലെസ് ദാൻ 0 വരുന്ന സമയത്ത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവിടെ മോഡ് എക്സിന് പോലെ എങ്ങനെ വരാം? എക്സ് വരാം. അപ്പോൾ എക്സ് ബൈ എക്സ് ഈസിക്കൽ ടു എങ്ങനെ വരാം? 1 വരാം. അത് ഏത് കണ്ടീഷനിൽ വരും? ഈഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുന്ന സമയത്ത് എങ്ങനെ വരും? 1 വരും. ഓക്കെ, ഇനി ലാസ്റ്റ് ഇവിടെ പറഞ്ഞ കണ്ടീഷൻ ഉണ്ട് 0 വരും അല്ലേ. 0 എങ്ങനെ വരും? 0 വരുന്നത് എപ്പോൾ വരിക? ഈഫ് എക്സ് ഈസിക്കൽ ടു 0 വരുന്ന സമയത്ത് എങ്ങനെ തന്നെ വരും? 0 എന്ന് പറഞ്ഞു വരും. അങ്ങനെയാണെങ്കിൽ എക്സ് ലെസ് ദാൻ 0ലും എക്സ് ഗ്രേറ്റർ ദാൻ 0ലും എന്ത് കിട്ടിയിട്ടുണ്ട്? -1ഉം 1 എന്ന് പറഞ്ഞ കണ്ടീഷൻ കിട്ടിയില്ല. കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ വരും? -1ഉം 1 എന്ന് പറഞ്ഞു വരും. അങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ ഈഫ് അല്ലേ, ഈഫ് എക്സ് ലെസ് ദാൻ 0 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 0ല് എന്തായിരിക്കും? എഫ് ഈസ് എന്തായിരിക്കും? എഫ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, എഫ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് കണ്ടീഷനിൽ മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ? കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനുള്ളൂ. അറ്റ് എക്സ് ഈസിക്കൽ ടു 0 എന്ന് പറഞ്ഞ വാല്യൂവിൽ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ അറ്റ് എക്സ് ഈസിക്കൽ 0 എന്ന് പറഞ്ഞ സമയത്ത് ഏതൊക്കെ കണ്ടുപിടിക്കണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റിംഗ് കണ്ടുപിടിക്കണം, റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റിംഗ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ കിട്ടും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലേ, എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സിന് വരും എഫ് ഓഫ് എങ്ങനെ വരും? 0 അല്ലെ, 0 മൈനസ് എച്ച് സ്മോൾ വാല്യൂൻ്റെ മൈനസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ സീക്കൽ ടു എങ്ങനെ വരും? ഇത് കംപ്ലീറ്റ് മാറുന്ന സമയത്ത് എങ്ങനെ കൊടുക്കാൻ പറഞ്ഞു? നമ്മൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 അല്ലേ, എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 മൈനസ് എച്ചിന് വരെ എങ്ങനെ ഒരു എഫ് ഓഫ് 0 മൈനസ് എച്ച് അല്ലേ. അപ്പോൾ എന്ത് വരുന്നത്? 0ൽ ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ 0ൻ്റെ തൊട്ട് ഇപ്പുറത്തെ വാല്യൂ അല്ലേ, ഇത് 0 ആണെങ്കിൽ ഇവിടെ നിന്ന് 0 മൈനസ് എച്ച് കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്കുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ വരുന്ന വാല്യൂ. അതിൻ്റെ ആൻസർ നമുക്ക് എന്തിട്ടുണ്ട്? -1 ഇട്ടുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ ഈ സീക്കൽ ടു ഇവിടെ എന്ത് വരും? -1 എന്ന് പറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഈ സീക്കൽ ടു എന്ത് ലിമിറ്റ് എച്ച് ടെൻസ് ടു കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടും -1 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എന്ത് കിട്ടി? -1 എന്ന് പറഞ്ഞ് കിട്ടും. അതേപോലെ തന്നെ അടുത്ത് നിന്ന് കണ്ടിക്കുക റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് കണ്ടിക്കുക. റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ കിട്ടും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എങ്ങനെ വരും? 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞു വരും. അടുത്ത് നോക്കി 0 പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലെ വാല്യൂ എവിടെ എന്ത് വരും? 0 പ്ലസ് എച്ച്. 0 പ്ലസ് എച്ച് റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ വരും. ഗ്രേറ്റർ ദാനിലെല്ലാം വാല്യൂ എന്താ? 1 വരുന്നത്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് മാറിയിട്ട് എങ്ങനെ വരും? ലിമിറ്റ് എച്ച് ടെൻസ് ടു എങ്ങനെ വരും? 1 എന്ന് പറഞ്ഞു വരും. അപ്പോൾ ലിമിറ്റ് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ആൻസർ കിട്ടി 1 എന്ന് പറഞ്ഞു കിട്ടി. അങ്ങനെയാണ് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് അല്ലെ എൽ എച്ച് എൽ നോട്ട് ഈക്വൽ ടു എങ്ങനെ കിട്ടി? RHL അല്ലെ റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എന്ന് പറഞ്ഞ് കിട്ടി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്താൽ എഫ് ഈസ് എന്ത് ഫംഗ്ഷനാണ്? എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. പക്ഷെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ഓൾ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി അല്ലേ. അപ്പോൾ എന്ത് ചെയ്ത് കൊടുത്താൽ ഹാൻഡ്സ് അല്ലേ, ഹാൻഡ്സ് ദ പോയിന്റ് ഓഫ് ഹാൻഡ്സ് ദി പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഏത് പോയിന്റിലല്ലേ? ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് ഏതാ? അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റ് എന്തായിരിക്കും? ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂറ്റി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ പറഞ്ഞത് സെയിം ക്വസ്റ്റ്യൻ തന്നെ, ഫംഗ്ഷൻ മാറില്ല. ഫംഗ്ഷൻ മാറി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? എക്സ് ബൈ മോഡ് എക്സ് ഈഫ് എക്സ് ലെസ് ദാൻ 0 -1 ഈഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷനെ മാറ്റുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ മോഡ് എക്സ്. മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് മോഡ് എക്സ് എന്ന് പറഞ്ഞതായിരിക്കും -x എന്ന് പറഞ്ഞു തരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തൊരു കണ്ടീഷൻ തന്നെയല്ലേ? ഈഫ് എക്സ് ലെസ് ദാൻ 0, എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആകുമ്പോൾ മോഡ് എക്സ് എങ്ങനെ വരും? -x എന്ന് പറയും. അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ -1 ഈഫ് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു
0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും? ഇത് മാറ്റുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു അല്ലെ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? എക്സ് ബൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ -1 ഈഫ് എക്സ് ലെസ് ദാൻ 0. ഇവിടെ എന്തെങ്കിലും -1 ഈഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ? എക്സ് ലെസ് ദാൻ 0 കംപ്ലീറ്റ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ? -1 തന്നെ. അതുപോലെ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വാല്യൂ എന്താ? 0 മുതൽ അങ്ങോട്ടേക്ക് എല്ലാ വാല്യൂ അല്ലേ എന്താ അതിൻ്റെ വാല്യൂ -1 തന്നെ. അതിനാണെങ്കിൽ എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് അല്ലെ എഫ് ഓഫ് എക്സ് ഈസിക്കൽ ഏത് വാല്യൂ എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടുന്നുണ്ട്? -1 കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് 4 എന്ത് എഴുതി കൊടുക്കുക? 4 എക്സ് ബിലോങ്സ് ടു ആർ അല്ലെ എക്സ് ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞു വരും. അങ്ങനെയാണ് നമുക്ക് എന്ത് therefore അല്ലെ therefore എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞായിരിക്കും എഫ് ഓഫ് എക്സ് ഈസ് എന്ത് ഫംഗ്ഷൻ ആയിരിക്കും? എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അങ്ങനെയാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈസ് എ എന്ത് ഫംഗ്ഷൻ? എഫ് ഓഫ് എക്സ് ഈസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ഈസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും 9th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 10th ക്വസ്റ്റ്യനും സെയിം ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഈഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എക്സ് സ്ക്വയർ പ്ലസ് 1 ഈഫ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞ കണ്ടീഷൻ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ അതിൻ്റെ ആൻസർ ചെയ്യുന്ന സമയത്ത് ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞതല്ലേ എക്സ് ഗ്രേറ്റർ ദാൻ 1 അതുപോലെ തന്നെ എക്സ് ലെസ് ദാൻ 1 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ഈസ് എ എന്ത് ഫംഗ്ഷൻ ആയിരിക്കും? പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എങ്ങനെ ചെയ്താൽ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്താൽ എഫ് ഓഫ് എക്സ് ഈസ് എന്ത് ഫംഗ്ഷൻ ആയിരിക്കും? എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. കണ്ടിന്യൂസ് ഫംഗ്ഷൻ അറ്റ് ഏതെല്ലാം പോയിന്റിൽ എക്സ് ലെസ് ദാൻ 1 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞ കണ്ടീഷൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഏത് പോയിന്റിൽ മാത്രമേ കണ്ടുപിടിക്കണ്ടൂ? അറ്റ് ഏത് പോയിന്റിലാണ് മാറ്റം ഉണ്ടാകുക? അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇത് കണ്ടിന്യൂറ്റി ഉണ്ടോ അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റി ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഏതെല്ലാം ലിമിറ്റ് ഉണ്ട്? അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും കണ്ടുപിടിക്കും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എങ്ങനെ കിട്ടും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എങ്ങനെ വരും? എക്സിന് പകരം എന്ത് വരും? 1 മൈനസ് എച്ച് എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഫംഗ്ഷൻ മാറി 1 മൈനസ് എച്ച് എന്ന് പറഞ്ഞു വരുന്നു. അപ്പോൾ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 1 മൈനസ് എച്ച് ലെഫ്റ്റ് സൈഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ലെസ് ദാൻ വരുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ എങ്ങനെ വരുന്നുണ്ട്? ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ വാല്യൂ വരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? 1 മൈനസ് എച്ച് എന്ന് പറഞ്ഞു 1 മൈനസ് എച്ച് ഓൾ സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞു. ഓക്കെ, ഈ എക്സ് സ്ക്വയറിന് പകരം 1 മൈനസ് എച്ച് എന്ന് പറഞ്ഞു ഓൾ സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യുക? ലിമിറ്റ് അപ്ലൈ എന്ന് വരും 1 മൈനസ് 0 ഓൾ സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞു വരും. ഈസ് ഈക്വൽ ടു 1 മൈനസ് 0 ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞു 1 സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി അതേപോലെ തന്നെ അടുത്ത് റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എന്ത് വരും? 1 പ്ലസ് എച്ച് എന്ന് പറഞ്ഞു ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 പ്ലസ് റൈറ്റ് സൈഡ് ലിമിറ്റ് അല്ലേ. റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞ വാല്യൂ ഗ്രേറ്റർ ദാനിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെ മാറി? എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞു. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇവിടെ 1 പ്ലസ് എച്ച് അല്ലേ. അപ്പോൾ എക്സിന് പകരം എങ്ങനെ വരും? 1 പ്ലസ് എച്ച് എന്ന് പറഞ്ഞു 1 പ്ലസ് എച്ച് പ്ലസ് 1 ഈ എക്സിന് പകരം 1 പ്ലസ് എച്ച് എന്ന് പറഞ്ഞു വന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 1 പ്ലസ് 0 പ്ലസ് 1 എന്ന് പറഞ്ഞു വരും. ഈസ് ഈക്വൽ ടു 1 പ്ലസ് 0 ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കിട്ടി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും എന്ത് കിട്ടി? 2 എന്ന് പറഞ്ഞു കിട്ടി. ഇനി അടുത്ത് എന്തുണ്ടെങ്കിൽ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് ഉണ്ടെങ്കിൽ അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് ഏതുണ്ടെങ്കിൽ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞു എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു എന്ത് വരും? എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1 വരുന്ന സമയത്ത് എന്താ വരുന്നത്? എക്സ് പ്ലസ് 1. അപ്പോൾ ഇവിടെ എന്ത് വരും? 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ് കിട്ടി. അങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് അല്ലേ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് എന്ത് കിട്ടി? 3 ഈസ് ഈക്വൽ ടു കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയുക? therefore എഫ് ഓഫ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കിട്ടി. എഫ് ഓഫ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ
അറ്റ് ഏത് പോയിന്റിൽ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റിൽ. അതിനാണ് നമുക്ക് ഇവിടെ എന്ത് ഹെൻസ് അല്ലേ ഹെൻസ് എഫ് ഈസ് നോ ഡിസ്കണ്ടിന്യൂറ്റി നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി കൂടെ നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ഓക്കെ നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ നെക്സ്റ്റ് 11th ക്വസ്റ്റ്യനും പറഞ്ഞത് സെയിം ക്വസ്റ്റ്യൻ തന്നെ അല്ലേ ഡി ചെക്ക് ചെയ്ത് നോക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്ത് കിട്ടും എക്സ് അല്ലേ എക്സ് ലെസ് ദാൻ 2ലും അതുപോലെ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ 2ലും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ ആയിരിക്കും പോളിനോമിയൽ ഫംഗ്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ എഫ് ഈസ് എന്തായിരിക്കും എഫ് ഈസ് കണ്ടിന്യൂസ് ആയിരിക്കും എഫ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും എഫ് ഈസ് കണ്ടിന്യൂസ്. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഏത് പോയിന്റിലാണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ പോയിന്റിൽ ചെക്ക് ചെയ്ത് നോക്കണം. ഫസ്റ്റ് എന്ത് ചെയ്യുക ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് കണ്ടിരിക്കുക ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെ വരും മാറി ഏത് പോലെ കണ്ടിരിക്കുന്ന അറ്റ് 2 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ 2ൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും 2 മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ 2ൻ്റെ അന്ന് ചെറിയൊരു വാല്യൂ മൈനസ് ചെയ്യുന്നത് അപ്പോൾ 2 മൈനസ് എച്ച് എന്ന് പറയും ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഇതെങ്ങനെ ചേഞ്ച് ചെയ്യും എച്ച് ടെൻസ് ടു 0 ആയി വരും അല്ലേ. ഇനി 2 മൈനസ് എച്ച് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ എഫ് ഇടാൻ പറഞ്ഞു എഫ് ഓഫ് 2 മൈനസ് എച്ച് അല്ലേ. അപ്പോൾ എന്ത് വരും ഈ 2 മൈനസ് എച്ച് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഏതാ വാല്യൂ വരുന്നത് എക്സ് ക്യൂബ് മൈനസ് 3. അപ്പോൾ എക്സിന് പകരം എന്ത് വരും 2 മൈനസ് എച്ച് വരും. അപ്പോൾ 2 മൈനസ് എച്ച് ഓൾ ക്യൂബ് മൈനസ് 3 എന്ന് പറഞ്ഞു തരും. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സീക്വൽ ടു വരും 2 മൈനസ് 0 ഓൾ ക്യൂബ് മൈനസ് 3 എന്ന് പറഞ്ഞു തരും ഈ സീക്വൽ ടു 2 മൈനസ് 0 ഈ സീക്വൽ ടു 2 ക്യൂബ് മൈനസ് 3 ഈ സീക്വൽ ടു 8 മൈനസ് 3 ഈ സീക്വൽ ടു 5 എന്ന് പറഞ്ഞു കിട്ടി. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഈ സീക്വൽ ടു 5 എന്ന് പറഞ്ഞൊരു ആൻസർ കിട്ടി. അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഉണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ കിട്ടും ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഈ സീക്വൽ ടു എങ്ങനെ വരും ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് ഇവിടെ എന്ത് വരും തൊട്ട് റൈറ്റ് സൈഡിലെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്ത് വരും 2 പ്ലസ് എച്ച് എന്ന് പറഞ്ഞു വരും ഈ സീക്വൽ ടു എങ്ങനെ വരും ലിമിറ്റ് എച്ച് ടെൻസ് ടു ഓക്കെ എച്ച് ടെൻസ് ടു 0 ഇതിന് പറയുന്നത് 2 പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിൽ ഗ്രേറ്റർ ദാനിൽ വരുന്ന വാല്യൂ എന്താ എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഈ എക്സ് സ്ക്വയറിന് പകരം എന്ത് വരും 2 പ്ലസ് എച്ച് ഓൾ സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞു ഈ സീക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ വരും 2 പ്ലസ് 0 ഓൾ സ്ക്വയർ പ്ലസ് 1 ഈ സീക്വൽ ടു 2 പ്ലസ് 0 ഈ സീക്വൽ ടു 2 സ്ക്വയർ പ്ലസ് 1 ഈ സീക്വൽ ടു എന്ത് വരും 4 പ്ലസ് 1 ഈ സീക്വൽ ടു 5 എന്ന് പറഞ്ഞപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഈക്വൽ കിട്ടി. നെക്സ്റ്റ് എന്തെങ്കിലും വാല്യൂ ഓഫ് ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 2 കണ്ടിരിക്കുന്നത് എഫ് ഓഫ് 2 എന്ന് പറയുന്ന സമയത്ത് 2ൽ ഫംഗ്ഷൻ്റെ വാല്യൂ എത്രയാണ് എക്സ് ക്യൂബ് മൈനസ് 3 അങ്ങനെ വരുമ്പോൾ എന്ത് വരും ഇവിടെ എന്ത് വരും 2 ക്യൂബ് മൈനസ് 3 ഈ സീക്വൽ 2 ക്യൂബ് ഈ സീക്വൽ ടു 8 മൈനസ് 3 ഈ സീക്വൽ ടു 5 എന്ന് പറഞ്ഞു തരും. അങ്ങനെയാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും അല്ലേ ഈ സീക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഈ സീക്വൽ ടു വാല്യൂ ഓഫ് ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ്. അങ്ങനെയാണ് എഫ് ഓഫ് എക്സ് ഈസ് എന്ത് ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കിട്ടും എഫ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. അങ്ങനെ നമുക്ക് ഇവിടെ എന്താ ഹാൻഡ്സ് അല്ലേ ഹാൻഡ്സ് എഫ് ഹാസ് നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ഓക്കെ അപ്പോൾ ഇതായിരിക്കും 11th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 12th ക്വസ്റ്റ്യൻ പറഞ്ഞത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ആൻസർ ചെയ്യുന്ന സമയത്ത് എങ്ങനെ കിട്ടും ഈ എക്സ് ലെസ് ദാൻ 1ലും അതുപോലെ തന്നെ ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1ലും എങ്ങനെ കിട്ടുന്നുണ്ട് എഫ് ഈസ് എന്ത് ഫംഗ്ഷൻ എഫ് ഈസ് പോളിനോമിയൽ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ എഫ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് എഫ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ ദെയർഫോർ എഫ് എന്തായിരിക്കും എഫ് ഈസ് കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ എഫ് ഈസ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഏത് പോയിന്റ് നമ്മൾ കണ്ടിരിക്കേണ്ടത് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ഏത് പോയിന്റിൽ വരുന്നു ഇറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ അതിൽ ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് കണ്ടിരിക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സിന് വരും
1 മൈനസ് എച്ച് എന്ന് പറഞ്ഞു തരും. ഓക്കെ, അതായത് ഇവിടെ 1 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കുന്നത് 1 തൊട്ട് ലെഫ്റ്റ് സൈഡിലെ വാല്യൂ എന്ന് പറയുന്നത് 1 മൈനസ് എച്ച് എന്ന് പറഞ്ഞു തരും. ഈസ് ഈക്വൽ ടു ഇത് മാറുക, ലിമിറ്റ് മാറി എങ്ങനെ വരും എന്ന് പറഞ്ഞത് എച്ച് ടെൻസ് ടു 0 എന്ന് പറഞ്ഞു തരും. എഫ് ഓഫ് 1 മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ലെസ് താൻ വരുന്ന സമയത്ത് എന്താ വാല്യൂ ഫംഗ്ഷനിൽ എക്സ് റേസ് ടു 10 മൈനസ് 1. അപ്പോൾ എക്സിന് പറയുന്നത് 1 മൈനസ് എച്ച് ഓൾ റേസ് ടു 10 മൈനസ് 1 എന്ന് പറഞ്ഞു. അടുത്ത് എന്ത് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ എങ്ങനെ വരും 1 മൈനസ് 0 ഓൾ റേസ് ടു 10 മൈനസ് 1 ഈസിക്കൽ ടു 1 മൈനസ് 0 ഈസിക്കൽ എന്ത് വരും 1 എന്ന് പറയും. 1 റേസ് ടു 10 മൈനസ് 1 1 റേസ് ടു 10 എന്ന് പറഞ്ഞാൽ എന്താ 1 തന്നെ. 1 റേസ് ടു എന്ത് വന്നാലും 1 തന്നെ. 1 മൈനസ് 1 ഈസിക്കൽ ടു 0 എന്ന് പറഞ്ഞു വരും. നെക്സ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് കണ്ടെടുക്കുക. റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് കണ്ടെടുക്കുമ്പോൾ എങ്ങനെ കിട്ടും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു തരും. ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എന്ത് വരും, തൊട്ട് റൈറ്റ് സൈഡിലെ വാല്യൂ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും 1 പ്ലസ് എച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെ വരും, റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ എന്താ ഗ്രേറ്റർ ദാൻ വരുന്ന സമയത്ത് എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്ത് വരും, എക്സ് സ്ക്വയറിന് വരും എന്ത് വരും 1 പ്ലസ് എച്ച് ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞു വരും. ഈസ് ഈക്വൽ ടു 1 പ്ലസ് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ വരും 1 പ്ലസ് 0 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് 0 ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കിട്ടി. അങ്ങനെ ഇവിടെ തന്നെ നമുക്ക് കിട്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റിൽ എൽ എച്ച് എൽ നോട്ട് ഈക്വൽ ടു ആർ എച്ച് എൽ എന്ന് പറഞ്ഞ് കിട്ടി. അതുകൊണ്ട് എന്ത് കണ്ടുപിടിക്കേണ്ട, വാല്യൂ ഓഫ് ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് കണ്ടുപിടിക്കണം. അങ്ങനെയാണ് നമുക്ക് എന്താ ദെർഫോർ എഫ് ഈസ് എന്ത് ഫംഗ്ഷനാണ്, എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കിട്ടും. നോട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഹെൻസ് ദ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് അറ്റ് ഏത് പോയിന്റിൽ, എഫ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റ് എന്തായിരിക്കും, ഇത് ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് പറഞ്ഞത് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് ഈസ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതുപോലെ തന്നെ എക്സ് മൈനസ് 5 ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ 1. എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചത്. ഓക്കെ, ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ അങ്ങനെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ ഇതിന്റെ എഫ് ഓഫ് എക്സ് ചെയ്തല്ലേ, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ പറയണ്ടേ, ഈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 എങ്ങനെ കണ്ടീഷൻ ഏതാ, ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1. അതുപോലെ തന്നെ എക്സ് മൈനസ് 5 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ എക്സ് ലെസ് ദാൻ 1ലും എക്സ് ഗ്രേറ്റർ ദാൻ 1ലും എഫ് എന്ന് പറയുന്നത് എന്താ, എഫ് ഈസ് എന്ത് ഫംഗ്ഷൻ വരും, എഫ് ഈസ് പോളിനോമിയൽ ഫംഗ്ഷൻ. ഇപ്പോൾ ഓക്കെ, എഫ് ഈസ് പോളിനോമിയൽ ഫംഗ്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താ, എഫ് ഈസ് ഈ പറഞ്ഞ കണ്ടീഷനിലൊക്കെ എന്തായിരിക്കും, എഫ് ഈസ് കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് ഈസ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, ഇനി അടുത്ത ഏത് വാല്യൂ നമ്മൾ കണ്ടിരിക്കണ്ടേ, അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ വാല്യൂവിൽ ചെക്ക് ചെയ്ത് നോക്കണം. ഫസ്റ്റ് എന്ത് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ചെയ്താൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എങ്ങനെ കിട്ടും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു തരും. ഈസ് ഈക്വൽ ടു ലിമിറ്റ് എങ്ങനെ വരും, എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് അല്ലേ, ഇതൊരു 1 ആണെങ്കിൽ 1ൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ വാല്യൂ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും 1 മൈനസ് എച്ച് എന്ന് പറഞ്ഞു തരും. ഈസ് ഈക്വൽ ടു എങ്ങനെ വരും ലിമിറ്റ് എച്ച് ടെൻസ് ടു എന്ത് വരും 0 എഫ് ഓഫ് 1 മൈനസ് എച്ച് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡ് പോകുമ്പോൾ ലെസ് ദാൻ വരുന്ന സമയത്തുള്ള വാല്യൂ എന്താ, എക്സ് പ്ലസ് 5 അല്ലേ. അപ്പോൾ എക്സിന് വരുന്നത് കൊടുക്കുക 1 മൈനസ് എച്ച് എന്ന് പറഞ്ഞു കൊടുക്കുക, പ്ലസ് എന്ത് വരും 5 എന്ന് പറഞ്ഞ് വരും. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും 1 മൈനസ് 0 പ്ലസ് 5 എന്ന് പറഞ്ഞു. ഈസ് ഈക്വൽ ടു 1 മൈനസ് 0 ഈസ് ഈക്വൽ ടു 1 പ്ലസ് 5 ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എന്ത് കിട്ടി, 6 എന്ന് പറഞ്ഞ് കിട്ടി. നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കുക, റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് കണ്ടുപിടിക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എങ്ങനെ വരും 1 പ്ലസ് എച്ച് എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇനി 1 പ്ലസ് അല്ലേ, എഫ് ഓഫ് 1 പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ റൈറ്റിലോട്ട് പോകുന്ന ലിമിറ്റ്, റൈറ്റിലോട്ട് പോകുന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ കംപ്ലീറ്റ് വാല്യൂ എന്താ, എക്സ് മൈനസ് 5 എന്ന്. അപ്പോൾ എക്സിന് പകരം എന്ത് കൊടുക്കണം, ഇവിടെ 1 പ്ലസ് എച്ച്
എന്ന് പറഞ്ഞു തരും. ഇവിടെ എന്ത് വരും -5 എന്ന് പറഞ്ഞു തരും. ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് സ്റ്റെപ്പിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും 1 + 0 -5 എന്ന് പറഞ്ഞു. 1 + 0 ഈസ് ഈക്വൽ ടു 1 1 - 5 ഈസ് ഈക്വൽ ടു -4. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? രണ്ടും ഈക്വൽ അല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ്. ദെയർഫോർ എന്തായിരിക്കും? എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു എഴുതാം. ഓക്കെ, എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ ആലോചിച്ച് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ എന്ന് വെച്ചതല്ല. കണ്ടിന്യൂസ് ഫംഗ്ഷൻ അറ്റ് ഏത് പോയിന്റ് കൊണ്ടിരിക്കുക? അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റിൽ എന്തായിരിക്കില്ല? ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.